നമസ്കാരം. റെക്കോർഡക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയൻ ഡൽഹിയിൽ നിന്നും, എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റോടി എന്താണ് വളരെ ഫിയേഴ്സ് ആയിട്ട് മത്സരം നടക്കുന്ന വെസ്റ്റ് ബംഗാളിൻ്റെ ഇലക്ഷനെ കുറിച്ചാണ്. വെസ്റ്റ് ബംഗാളിലെ ഇലക്ഷന് മലയാളികൾക്ക് പ്രത്യേക താല്പര്യം ഉള്ളതിന് ഒരു കാരണം അതിൻ്റെ ഇടതുപക്ഷ ചാവും മാത്രവുമല്ല TMCയുടെ BJPക്കെതിരെയുള്ള ഫൈറ്റ് ടു ഫിനിഷ് എന്ന് പറയുന്ന ഒരു സംഗതി. അത് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും മോഡലാക്കാവുന്ന ഒരു ഫൈറ്റാണ് എനിക്ക് തോന്നുന്നത്. അത് ഇടതുപക്ഷത്തിനും ബാധകമാണ്. മാത്രമല്ല ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാവി എന്തായിരിക്കും? അവർ വീണ്ടും പൂജ്യത്തിലായിരിക്കുമോ അസംബ്ലിയിൽ വരാൻ പോകുന്നത്, അതോ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യവും ഞങ്ങൾ പരിശോധിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻഫർമേഷൻ ബേസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ, മീഡിയ ഒക്കെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കൺക്ലൂഷൻസ് അതിനനുസരിച്ച് ലിമിറ്റഡ് ആയിരിക്കും എന്നും നോക്കുക. സർ, ഞാൻ കേട്ടിടത്തോളം BJPയുടെ ഈ ബിൽഡപ്പ്, അത് ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉൾപ്പെടെ പറയുകയാണ് ആദ്യത്തെ 92% ഇലക്ഷന് ടേൺ ഔട്ട് കണ്ടിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരുന്നുവെന്ന്. പക്ഷേ എൻ്റെ ബംഗാളി സുഹൃത്തുക്കൾ, കൽക്കട്ടയിൽ നിന്നുള്ളവരൊക്കെ പറയുന്നത് ഇത് SIRനെതിരെയുള്ള വോട്ടാണ്, BJPക്ക് അനുകൂലമായ വോട്ടല്ല എന്ന് പറയുന്നുണ്ട്. അതായത് എൻ്റെ ബാച്ച്മേറ്റായ ഒരു ജാവദപ്പൂർ പ്രൊഫസർ, റിട്ടയർഡ്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ജാവദപ്പൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസേഴ്സ് കോളനിയിൽ താമസിക്കുന്ന ആള്, ഈ പ്രാവശ്യം ആൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കഴിച്ച വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹം സമാധാനിക്കുന്നത് ഞാൻ കഴിഞ്ഞ 3 പ്രാവശ്യം വോട്ട് ചെയ്തില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ പേര് ഡിലീറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ ബംഗാളിലെ റെസിഡന്റ് ബംഗാളികൾ, അദ്ദേഹം മുർഷിദാബാദിൽ ജനിച്ച് കൽക്കട്ടയിൽ വളർന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നു ഇതാണ് അവിടുത്തെ അവസ്ഥ. മാത്രമല്ല, നമ്മളുടെ സുഹൃത്തായ ജാവേദ് പർവേസ്, മനോരമയുടെ കറസ്പോണ്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. BJP ജയ് ശ്രീറാം വിളിക്കുമ്പോൾ TMC വിളിക്കുന്നത് ജയ് ബംഗ്ല എന്നാണ്. അതായത് അവരുടെ കട്ടർപന്തി കമ്മ്യൂണൽ സ്ലോഗനെ TMC നേരിടുന്നത് ദേശീയത കൊണ്ടാണ്, ബംഗാളി ദേശീയത കൊണ്ടാണ്. ഇതെന്താണ് കാണിക്കുന്നത് സർ? മാത്രമല്ല, നമുക്കറിയാം MA ബേബി അവിടെ പോയി പാർട്ടി ചെയ്ത പഴയകാല തെറ്റുകൾക്ക് മാപ്പ് ചോദിച്ചു. അവർക്ക് 2-3 സീറ്റിലെ മുൻതൂക്കമുണ്ടെന്ന് പറയുന്നു. കോൺഗ്രസിന് അതുപോലെ തന്നെ മുർഷിദാബാദിലും മാൽദയിലും മുൻതൂക്കമുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് കാണിക്കുന്നത് സർ? TMCയുടെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും, മൂന്ന് പ്രാവശ്യത്തെ ഭരണത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും BJP ഒരു വിധത്തിൽ പറഞ്ഞാൽ TMCയെ തിരിച്ചു കൊണ്ടുവരാൻ ബംഗാളി വോട്ടേഴ്സിന് ഒരു ബാധ്യതയാക്കിയിരിക്കുകയാണ്. അതായത് ഇത് ഇൻസൈഡേഴ്സ്, അതായത് ബംഗാളികൾ വേഴ്സസ് അതേഴ്സ് എന്നുള്ള മട്ടിലേക്ക് ഒരു നറേറ്റീവ് അവിടെ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്താണ് സാർ ഇത് കാണിക്കുന്നത്? ചെറിയൻ പറഞ്ഞത് വീണ്ടും ശരിയാണ്. അത് ബംഗാളിലെ ഈ തെരഞ്ഞെടുപ്പ് ആദ്യം അതിലൊരു നമുക്ക് ആദ്യമേ അത് അളന്ന് കളയേണ്ട ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം നീതിയുക്തമാണ്, എത്രത്തോളം ഫെയർ ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു തീരുമാനത്തിൽ ആദ്യം എത്തിക്കൊണ്ട് മാത്രമേ നമുക്ക് ഇതിലെ കക്ഷികളുടെ വിജയാപജയങ്ങളെ പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമുള്ളൂ. അത് നമ്മുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ഇതല്ല, അതാണ് യാഥാർത്ഥ്യം. അതതിനെ ചുരുക്കി പറഞ്ഞാൽ 24 ലക്ഷം വോട്ടർമാർ ഇലക്ടറൽ റോളുകളിൽ നിന്ന് നീക്കപ്പെട്ടിട്ടുണ്ട്. 6 ലക്ഷം പേർ. എന്റെ ഒരു സുഹൃത്ത് പറയുന്നത് 10,000 പേര് വെച്ച് ഓരോ അസംബ്ലി സെന്ററിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. അതെ, ഞാൻ എന്റെ കണക്കിലേക്ക് വരാം. അതെ, ആകെ ഞാൻ നമ്മുടെ മലയാളിക്ക് ഒരു പൊതു ചിത്രം കൊടുക്കുന്നതിനാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത, തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത ഏറ്റവും നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ്.
മുപ്പത് ലക്ഷത്തോളം 24 ലക്ഷം 30 ലക്ഷത്തോളം വോട്ടുകളെ മാറ്റുകയും അല്ലെങ്കിൽ അഡ്ജൂഡിക്കേറ്റബിൾ എന്നുള്ളൊരു കാറ്റഗറിയിലും മറ്റുമായി പെടുകയും അതിനേക്കാൾ പ്രധാനം 6 ലക്ഷം പേരെ ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയുടെ വിധി ധിക്കരിച്ച് അധികമായി ചേർത്തിട്ടുണ്ട്. ഇത് വളരെ വളരെ നിർണായകമാണ്. ഇത് മാറ്റിയവരുടെ കാര്യം നമുക്ക് എല്ലാം ഏകദേശം അറിയാം. പക്ഷെ ചേർത്തവരാരാണ്? ഈ ചേർത്തത് ട്രിബ്യൂണലുകളുടെ മുമ്പിലൂടെ പോവാതെ ഇലക്ഷൻ കമ്മീഷൻ നേരിട്ട് നമ്മൾ കേരളത്തിലൊക്കെ അറിയുന്ന പോലെ ഫോം 6 ഉപയോഗിച്ച് നിരവധി മണ്ഡലങ്ങളിൽ 6 ലക്ഷത്തോളം പുതിയ വോട്ടർമാരെ ഗണേഷ് കുമാർ ചേർത്തിട്ടുണ്ട്. അത് ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പക്ഷേ നമ്മളോട് പറഞ്ഞു തരാനാവും. അപ്പൊ ഇതിൽ 2 ഫാക്ടർ ഈ ഓരോ മണ്ഡലത്തിലും ഒരു മണ്ഡലത്തിൽ എനിക്ക് പറഞ്ഞു തന്നത് മുർഷിദാബാദിലെ ശ്രീഘാട്ട് മണ്ഡലത്തിൽ പുറത്താക്കപ്പെട്ടവരുടെ എണ്ണം 91,000. ഒരു അസംബ്ലി മണ്ഡലത്തിൽ ഏകദേശം 1 ലക്ഷം പേർ മാറ്റപ്പെട്ടിരിക്കുന്നു. അത് 90, 80, 70. മുർഷിദാബാദിലെ ജില്ല 4 അസംബ്ലി മണ്ഡലങ്ങളിൽ 4 ഇത്തരത്തിലുള്ള സംഖ്യ 50,000, 40,000, 90,000 ഇങ്ങനെ രീതിയിലുള്ള വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഫോം 6 വഴി പുതിയ വോട്ടുകൾ കയറിയിരിക്കുന്നു. അപ്പൊ എനിക്ക് ആദ്യം തോന്നുന്ന ഒരു കാര്യം, ഇത് ഒരു റിഗ്ഡായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് കൃത്രിമം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ കൃത്രിമം നടന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നതിനെക്കുള്ള ചർച്ചയ്ക്ക് മുൻപ് ഈ സ്ഥിതപ്രജ്ഞ, ഇതാണ് റിയാലിറ്റി എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ സാമാന്യേനയുള്ള പരമ്പരാഗതമായ രീതിയിൽ ആര് ജയിക്കും, എത്ര വോട്ടിംഗ് പെർസെന്റ് ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. അത് താങ്കൾ പറയുന്നതിന് ഞാനീ പറയാം, മുർഷിദാബാദ് ജില്ലയിലെ കണക്കെടുത്തു. ഇത് ആദ്യത്തെ ഫേസ് ഇലക്ഷൻ കോൺഗ്രസിനെയും ഇത് BJP സ്വാധീനമുള്ള മണ്ഡലങ്ങളിലാണ്. സിലിഗുരി, മുർഷിദാബാദ്, തെക്കൻ ദിജ്നാപൂർ ഇങ്ങനെയുള്ള ഒരു മണ്ഡലങ്ങളാണ്. അപ്പൊ ഞാൻ തിരഞ്ഞെടുപ്പ് കവർ ഒരു തവണ വളരെ വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുശേഷം കാര്യങ്ങൾ എത്രയോ മാറിയിരിക്കുന്നു. എനിക്ക് അതിനെപ്പറ്റി ഒരു ജ്ഞാനവും ശരിക്കില്ല. എങ്കിൽ പോലും ഈ പ്രദേശം BJPയുടെ 2 കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പ് നടന്ന സ്ഥലത്ത് BJP വടക്കൻ ബംഗാൾ BJPയുടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ്. ആകെ ബംഗാളിൽ 30% മുസ്ലിംസാണ് ഉള്ളത്. ഇത് മറക്കണ്ട. ഇത്രയും കാര്യങ്ങൾ മറന്നു. ഇത്രയും അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ബംഗാളിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഹിന്ദു വോട്ടുകളിൽ ഒരു 17% മൗത അല്ലെങ്കിൽ നാംശൂദ്ര എന്നൊക്കെ പറയുന്ന ഹിന്ദു അഭയാർത്ഥികളുടെ വോട്ടുണ്ട്. അത് ഈ ഭാഗത്തല്ലാത്തതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാം. പക്ഷെ മുസ്ലിം വോട്ടുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥലമാണ് മുർഷിദാബാദ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന കേരളത്തിലെ മലയാളികൾക്ക് അവർക്ക് കേരളത്തിൽ പ്രവർത്തിക്കുന്ന 2 കക്ഷികളും അവിടെ പ്രധാനമാണ്. താങ്കൾ CPIM കാര്യം പറഞ്ഞു. CPIM അവിടെ മത്സരിക്കുന്നുണ്ട്. 2 കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. എന്തിന്? വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവായ ഗ്യാനിക്കാൻ ചൗധരിയുടെ മകൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിനെയും CPM-നെയും സംബന്ധിച്ച് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് കൃത്രിമത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നടന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. പിന്നെ നമുക്കറിയാം, ഈ നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടർമാരിൽ മുസ്ലിങ്ങൾ, ഒഴിവാക്കപ്പെട്ട എസ്റ്റേറ്റ് തൊഴിലാളികൾ, മുസ്ലിം കർഷക തൊഴിലാളികൾ, ഇവരെല്ലാം പ്രധാനപ്പെട്ട. അതുപോലെ നഗരങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ഏറ്റവും അധികം ഇമിഗ്രന്റ് ലേബർ പുറത്തുപോയി ജോലി ചെയ്യുന്ന ജില്ലയിലെ ആണ് ഇന്നലെ നടന്നത്. എന്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഹക്കുമ എന്ന് പറയുന്ന സ്ത്രീയും ഭർത്താവും അവിടെയാണ് പോയി വോട്ട് ചെയ്തിരിക്കുന്നത്, മുർഷിദാബാദില്. അവരും അവരുടെ ഭർത്താവ് ഒരു ആക്രി കച്ചവടക്കാരൻ, എന്റെ വീട്ടിൽ സഹായിച്ചിരുന്ന സ്ത്രീ, അവർ മുർഷിദാബാദിലാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും അധികം മുസ്ലിം ഇമിഗ്രൻസ് ഉള്ള മുർഷിദാബാദിൽ കോൺഗ്രസിന്റെ വളരെ പരമ്പരാഗതമായി കോൺഗ്രസിനെ കുറച്ച് സ്വാധീനമുള്ള സ്ഥലത്ത്, CPM മത്സരിക്കുന്ന ഒരു സ്ഥലത്ത്
BJP എങ്ങനെ പെർഫോം ചെയ്യും ഈ 150 മണ്ഡലങ്ങളിൽ എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ പരിഗണിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു കാര്യം ഇവിടുത്തെ കേരളത്തിലെ മലയാളികൾ മനസ്സിലാക്കണം. കോൺഗ്രസിനായാലും CPM-നായാലും അവർ പരസ്പരം യോജിച്ചല്ല മത്സരിക്കുന്നത്. ഒരു കാര്യമുണ്ട്, യോജിച്ച് മത്സരിച്ചപ്പോഴും ഗുണമില്ല, പ്രത്യേകം മത്സരിച്ചപ്പോഴും കോൺഗ്രസിനും CPM-നും ഗുണമില്ല എന്ന യാഥാർത്ഥ്യം കഴിഞ്ഞ 2011 ശേഷം കൃത്യമാണ്. അപ്പോൾ ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ സഖാക്കൾക്ക് ചില തെറ്റിദ്ധാരണയുണ്ട്. CPM അതിന്റെ സ്വതന്ത്ര ശക്തി തെളിയിക്കാനാണ് ഒറ്റയ്ക്ക് മത്സരിച്ചത്, ഇടതുപക്ഷമായി മത്സരിച്ചത്, കോൺഗ്രസിനെ കൂട്ടാത്തതെന്ന്. അത് വിശ്വസിക്കരുത്. കോൺഗ്രസ് ആണ് തീരുമാനിച്ചിട്ടുള്ളത് CPM-വുമായി ബന്ധം വേണ്ട എന്ന്. ഇത് സഖാക്കളെ ഒരിക്കലും ഇത്തരത്തിലുള്ള കബളിപ്പിക്കൽപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുകയില്ല. കോൺഗ്രസുമായി അതിനകത്തൊരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നത് 4-5 സീറ്റിൽ മാത്രം ഒരു മൽക്കേമ കിട്ടുന്ന 2 പാർട്ടികളെ കുറിച്ചാണ്. അപ്പൊ അത് നമുക്ക് എനിക്ക് തോന്നുന്നത് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുത്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, മുർഷിദാബാദിലെ മുസ്ലിം മെജോറിറ്റി ആൾക്കാരെ ഡിസ്ഇൻഫ്രാഞ്ചൈസ് ചെയ്തു എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ സുഹൃത്ത് ശ്രീ അശോക് ഭട്ടാചാര്യ. അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹമാണ്. അദ്ദേഹം പഴയ കോമ്രേഡായിരുന്നു. അദ്ദേഹത്തെ പോലെ പലരും, ഹിന്ദുക്കളായ പലരും അവർ ഈ SIR-ൽപ്പെട്ട് അവരുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനൊരു തിരിച്ചടി തീർച്ചയായിട്ടും ബംഗാൾ ജനത കൊടുക്കും എന്നാണ് ഇപ്പോഴത്തെ എനിക്ക് കിട്ടുന്ന ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷൻ. കാര്യം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചോളം ഇത് ബംഗാളികൾക്കെതിരെയുള്ള, അതായത് എന്തുകൊണ്ട് ബംഗാൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഡിഫറെൻ്റ് ആകുന്നു, ഒരു ബംഗാളിൻ്റെ ദേശീയത അവിടെ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അതിനെ ബംഗാളി ദേശീയത തകർക്കാൻ വരുന്ന ഔട്ട്സൈഡിൽ നിന്നുള്ള ഗുജറാത്തികൾ എന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട് അവരുടെ പ്രസംഗത്തിലൊക്കെ. ആ ഒരു ഫാക്ടറിലെ നമ്മൾ നോക്കേണ്ടത് സാർ. ഈ ഒരു ദേശീയത എങ്ങനെ TMCയും ബാക്കി പാർട്ടികളും ഈ സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന ദേശീയതയെ തടയിടാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലേ ഈ ഇലക്ഷന്റെ ഒരു പ്രത്യേകത. അതെ, അല്ലാതെ അത് സംശയമില്ല. ഇത് നമ്മളിവിടെ സംസാരിക്കുന്നത് മലയാളികളോട് പറയുന്നത് കൊണ്ട് ആദ്യം അവരുടെ പാർട്ടികളായ കോൺഗ്രസിനെയും CPM-നെയും കുറച്ച് സൂക്ഷ്മമായി ഞാൻ വിലയിരുത്തിയെന്നേ ഉള്ളൂ. അതല്ല മുഖ്യമെന്ന് എനിക്ക് അറിയാം. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, മലയാളികൾക്കും അറിയാം. അവിടെ കോൺഗ്രസും CPM-ഉം ഫാക്ടേഴ്സ് അല്ല എന്നുള്ളത് എനിക്കും അറിയാം, താങ്കൾക്കും അറിയാം. ഞാൻ അത് പറയാൻ കാരണം നമ്മുടെ മലയാളികൾ ഇപ്പോഴും വളരെ 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 ആകാംക്ഷയോടെ കോൺഗ്രസും CPM-ഉം എങ്ങനെ അവിടെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിൽ വളരെ പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വേഗം പറഞ്ഞു നിർത്താം, ഒരു 2 മിനിറ്റിനകം പറഞ്ഞു നിർത്താം. അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ CPM-നെ കുറിച്ച് ഇങ്ങനെ തെറ്റിദ്ധാരണയുണ്ട്. കോൺഗ്രസിന്റെ സംഘടന ഒറ്റയ്ക്ക് നിർത്തണം എന്ന പേരിൽ തീരുമാനിച്ചു നിൽക്കുന്നത്. ഇത്തവണത്തെ ഇടതുപക്ഷ മുന്നണിയിൽ ഒരു പ്ലസ് ഉണ്ട്. അതാണ് ആകെയുള്ള വ്യത്യാസം. ഇടതുപക്ഷ മുന്നണിയിൽ ആകെയുള്ളത് CPIM ലിബറേഷൻ നഗരപ്രദേശങ്ങളിൽ കുറച്ച് വോട്ട്, വളരെ വളരെ തുച്ഛമായ വോട്ടുകളുള്ള ഒരു CPI ലിബറേഷനെ അവര് ഇതിന്റെ ഭാഗമായി നിർത്തിയിട്ടുണ്ട്. പിന്നീട് SDPI, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കേരളത്തിലെ ആളുകളും താങ്കളും അറിഞ്ഞിരിക്കണം. SDPI കേരളത്തിലെ ആർക്കും തൊടാൻ പാടില്ലാത്ത ഭീകരവാദി കക്ഷിയാണ്, അല്ലെ? SDPI കൈവെട്ടുകാരുടെ കക്ഷി. അവിടെ CPIM-ന്റെ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയാണ്, പരസ്യമായ പിന്തുണയോടുകൂടിയാണ് ഒരുമിച്ച് ഒരു SDPI സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഇത് മലയാളിയോട് പറയാതെ പറ്റില്ല. കാരണം മലയാളിയുടെ കാര്യങ്ങൾ പുറത്തു നടക്കുന്നതൊന്നും അറിയാതെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ SDPI CPM-CPI-യുടെ ഒരു ഘടക കക്ഷി അല്ലെങ്കിലും ഒരു സൗഹൃദ കക്ഷിയാണ് തമിഴ്നാടിൽ. ബംഗാളിലും അവരെ CPI പിന്തുണയ്ക്കും. ഇത് കേരളത്തിലെ സഖാക്കൾ അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റിയുള്ള നുണകൾ നിങ്ങൾ വിശ്വസിക്കരുത്. അതൊന്നും അറിയണം. 2, കോൺഗ്രസിനും CPM-നും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ശതമാനം വോട്ടുകൾ 6%. വട്ടപൂജ്യം സീറ്റുകൾ, 6% വോട്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ CPIM-കാരും നോക്കണം, എന്താണ് ഈ തിരിച്ചുവരവ് എന്ന് പറഞ്ഞ് കേരളത്തിൽ പറയപ്പെടുന്ന CPM-ന്റെ തിരിച്ചുവരവ്, കോൺഗ്രസിന്റെ തിരിച്ചുവരവ്. നിങ്ങൾക്ക് 0-ൽ നിന്ന് എന്തും
കൂടാനേ കഴിയുള്ളൂ, ഇനി കുറയാൻ കഴിയില്ല. അപ്പൊ കുറയാൻ സാധ്യതയില്ല എന്ന് ഇന്ന് പറയുന്നു. അതൊരു പുരോഗതി തന്നെ. 0 ഒന്നായാലും പുരോഗതി തന്നെ. അതാണോ സംഭവിക്കുന്നത്? 6% നിന്ന് വർദ്ധിച്ച് 10% ലെഫ്റ്റിന് വരാൻ പറ്റുമെങ്കിൽ അത് വലിയ വിജയം, വലിയൊരു മുന്നേറ്റം തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലെ സഖാക്കൾ നോക്കേണ്ടത് സീറ്റിന്റെ എണ്ണവും അതിലത്തെ അവിടെ ഉള്ള പെർസെന്റേജുമാണ്. ഒരു കാര്യം ഞാൻ പറയും, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. CPM-നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ അവിടെ ഒരു സീറ്റ് ജയിക്കണമെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിൽ, പലയിടത്തും ത്രികോണമല്ല ചതുഷ്കോണം ഒക്കെ ഉണ്ട്, അത് ഞാൻ വരുന്നില്ല. ഈ ത്രികോണ മത്സരത്തിൽ ഇടതുപക്ഷത്തിന് 30% വോട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ കിട്ടണം. നമ്മളിവിടെ 10% ആകെ കിട്ടുമോ എന്ന് ആലോചിക്കുമ്പോൾ ഈ 15 വർഷത്തിന് ശേഷവും ഒരു മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിൽ 30% വോട്ട് നേടി LDF ജയിക്കുകയാണെങ്കിൽ അത് വലിയ വിജയമാണ്. ഞാൻ മനസ്സിലാക്കിയത്, താങ്കൾ പറയുന്ന പോലെ എൻ്റെ ചില സുഹൃത്തുക്കളും മറ്റും പറയുന്നത്, ചില CPM നേതാക്കൾ തുറന്നു പറഞ്ഞത് ഏറിയാൽ 4 സീറ്റുകളാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത്. അപ്പൊ യാതൊരു വ്യാമോഹവും പാടില്ല. ബ്രിഗേഡ് പരേഡിൽ വലിയ യോഗം നടത്തിയത് കൊണ്ടോ, നമ്മുടെ മീനാക്ഷി മുഖർജി എന്ന ചെറുപ്പക്കാരി വളരെ ഉഷാറായി പ്രസംഗിച്ചത് കൊണ്ടോ, വളരെ വയസ്സായ വിമൻ ബസു സഖാവ് റോട്ടിലൂടെ പ്രചരണം നടത്തിയത് കൊണ്ടോ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന വണ്ണം ബംഗാളിലെ ജനഹൃദയത്തിലേക്ക് തിരിച്ചു പോകാൻ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട്.